അതായത് എം ലിജുവിനെ ഈ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് എം ലിജു പറയുന്നത് താൻ ഒരുപാട് സ്ഥലങ്ങളിൽ മത്സരിച്ച് പരാജയപ്പെട്ട ഒരാളാണ്. പക്ഷേ അതിൽ ഒരു ഖേദമില്ല. ഇത്തരത്തിൽ ഒരു തോൽക്കും അല്ലെങ്കിൽ വിജയസാധ്യത അധികമില്ലാത്ത മണ്ഡലത്തിൽ നിൽക്കാൻ പോലും യാതൊരു ഖേദവുമില്ലാതെ അവിടേക്ക് വരികയാണ് എം ലിജു. ആദ്യം തൃപ്പൂണിത്തുറയിലൊക്കെയാണ് എം ലിജുവിൻ്റെ പേര് നമ്മൾ കേട്ടത്. പിന്നീട് കായംകുളത്തേക്ക് വരുന്നൊരു മികച്ച പോരാട്ടം കാഴ്ചവെക്കാനാണ് എം ലിജു അവിടേക്ക് എത്തുന്നത്. അവിടെയാണ് നിർഭാഗ്യവശാൽ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇത് എം ലിജുവിൻ്റെ പോരാട്ടത്തിൻ്റെ ശോഭ എത്രമാത്രം കെടുത്തും. അതുപോലെ തന്നെ ഈ ഒരു പരാമർശത്തെ എം ലിജു ശക്തമായി തന്നെ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് UDF ക്യാമ്പിന് ദോഷകരമായി ബാധിക്കുന്നത്? സ്വാതി ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നിർഭാഗ്യവാനായ ഒരു യുവ കോൺഗ്രസ് നേതാവാണ് എം ലിജു. അദ്ദേഹം മത്സരിച്ച് നമുക്കറിയാം, അദ്ദേഹത്തെ പോലൊരു വ്യക്തിപ്രഭാവമുള്ളൊരു ഒരു നേതാവ്, ഒരു യുവ നേതാവ് എത്ര കണ്ട് ജനസ്വാധീനമുണ്ട് എന്നുള്ളത് ആ മണ്ഡലങ്ങളിലൊക്കെ ചെന്ന് മനസ്സിലാക്കിയാൽ മനസ്സിലാവുന്നതാണ്. ഇദ്ദേഹം ഇതിനു മുമ്പും ഒരു തവണ കായംകുളത്ത് മത്സരിച്ചിരുന്നു. അപ്പോഴും ജനം ഉറപ്പായും ജയിപ്പിക്കുമെന്ന് കരുതിയ എം ലിജു ആണ് കഴിഞ്ഞ 3 തവണയും അദ്ദേഹത്തിൻ്റെതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് പരാജയപ്പെട്ടു പോയത്. അദ്ദേഹം ഒരു ഉഗ്രൻ സ്ഥാനാർത്ഥിയാണ് UDFനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. ഒരു യുവ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിച്ഛായയൊക്കെ വലിയ തോതിൽ മികച്ച, നമുക്ക് മറ്റ് പല യുവ നേതാക്കളുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് വെച്ച് തട്ടിച്ചൊക്കെ നോക്കിയാൽ എം ലിജുവിൻ്റെ ഒരു ക്യാരക്ടർ എന്നുള്ളത് ഏറ്റവും നല്ല വ്യക്തിപ്രഭാവമുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിനാണ് ഇത്തരത്തിൽ ഈ നിർഭാഗ്യവശങ്ങൾ കൊണ്ട് തോൽവി സംഭവിച്ചിട്ടുള്ളത്. ഇത്തവണ ഇപ്പോൾ പ്രചരണത്തിന് ഇറങ്ങുന്നു. ഇത്തരം നിർഭാഗ്യകരമായ ചില വർത്തമാനങ്ങൾ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആൾ അല്ലെങ്കിൽ ആളുകളിലൂടെ പുറത്തു വരുന്നത് എന്നുള്ളത് മറ്റൊരു നിർഭാഗ്യകരമായ സംഭവമാണ്. അതെ, ഇർഷാദ്, അദ്ദേഹം അവിടെ UDFൻ്റെ ജില്ലാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനറാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അദ്ദേഹത്തിന് അറിഞ്ഞുകൂടെ ഇത്തരത്തിലൊരു പരാമർശമൊക്കെ നടത്തി, അല്ലെങ്കിൽ തന്നെ ഇങ്ങനെയൊരു പരാമർശം സ്ഥാനാർത്ഥിക്കെതിരെ നടത്തി രംഗത്ത് വന്നതുകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? ഒരു നേട്ടം ഉണ്ടായില്ലെന്നുള്ളത് ഈ പറഞ്ഞ അയാൾക്ക് തന്നെ അറിഞ്ഞുകൂടെ എന്നുള്ളൊരു ചോദ്യം നിൽക്കുന്നു. അരമണിക്കൂർ മുമ്പാണ് എം ലിജു ഈ വിഷയത്തിൽ വളരെ കൃത്യമായി തന്നെ അദ്ദേഹം ഫേസ്ബുക്കിൽ ലൈവ് പറഞ്ഞിട്ടുണ്ട്. നിർഭാഗ്യകരമായ പരാമർശമായി പോയി, ഒരിക്കലും ഇത്തരം പരാമർശം ഉണ്ടാകാൻ പാടില്ല, ഇതിനെ ശക്തമായി അപലപിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഒരു വ്യക്തിയെ പോലും ഇന്നേ വരെ കേരള രാഷ്ട്രീയത്തിൽ അപമാനകരമായി സംസാരിച്ച് നമ്മൾ കണ്ടിട്ടില്ല. വ്യക്തിപരമായി വിഷയങ്ങൾ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ടാവും. അദ്ദേഹം എത്രയോ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഒരാളെ പോലും വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ട് എം ലിജു ഇത്തരത്തിലൊരു പരാമർശം നടത്തി സംസാരിച്ചിട്ടില്ല. അപ്പം ഏതായാലും ഈ കായംകുളത്തെ ആളുകൾക്കും കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും എം ലിജു എന്ന ക്യാരക്ടറിനെ പറ്റി ഒരു തെറ്റ് പറയാനില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം അദ്ദേഹത്തിന് ഇത്തരത്തിൽ ദോഷകരമാകുമെന്ന് ഞാൻ കരുതുന്നില്ല കായംകുളം മണ്ഡലത്തിൽ.